next is HTML video tag. So നമുക്ക് HTML ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ ചില സൈറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു വീഡിയോ അങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാവും. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് HTML video tag. So video tag, the HTML video element is used to show a video on a web page. So video എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ പ്ലേ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. movie.mp4 നമുക്ക് SRCയിൽ സെയിം ലൈക്ക് നമ്മൾ ഇമേജിൽ കൊടുത്ത പോലെ SRCയിൽ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, എന്താണോ ഫയൽ പാത്ത് അതിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലിങ്ക് ആണെങ്കിലും ലിങ്കും കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്ത് കാണാം, യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ദ വീഡിയോ ടാഗ്. സോ അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ ഷോ ചെയ്യും. ലൈക്ക് നമ്മൾ ഇമേജ് ടാഗിൽ ഓൾട്ട് യൂസ് ചെയ്തില്ലേ, ഓൾട്ട് പോലെ തന്നെ ഈ ടെക്സ്റ്റ് അവിടെ ഷോ ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്, ദർ ഇസ് എ കൺട്രോളർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോൻ്റെ കൺട്രോൾസ് ആഡ് ചെയ്യുന്നത്. ലൈക്ക് പ്ലേ, പോസ്, വോളിയം. സോ ഇങ്ങനെ തുടങ്ങിയ കൺട്രോൾസ് ആഡ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ the source element allow you to specify alternative video files which the browser may choose from. So നമുക്ക് പല വീഡിയോസ് സോഴ്സിൽ കൊടുക്കാൻ പറ്റും. So the browser will use the first recognized format. അതായത് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ്, ദ ടെക്സ്റ്റ് ബിറ്റ്വീൻ ദ വീഡിയോ ആൻഡ് വീഡിയോ ക്ലോസിംഗ് ടാഗ് വിൽ ഓൺലി ബി ഡിസ്പ്ലേഡ് ഇൻ ബ്രൗസേഴ്സ് ദാറ്റ് ഡു നോട്ട് സപ്പോർട്ട് ദ വീഡിയോ എലമെൻറ്റ്. സോ വീഡിയോ സപ്പോർട്ട് ചെയ്യാത്ത ടൈമിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടെക്സ്റ്റ് ഉള്ളത്. സോ നമുക്ക് വീഡിയോ ടാഗ് ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഒറ്റ വീഡിയോ ഇടേണ്ട ആവശ്യമുള്ളൂ. സോ SRC നമുക്ക് ഡയറക്റ്റ് പാത്ത് കൊടുക്കാം. സാമ്പിൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഡൗൺലോഡ്സിൽ ഉണ്ട് ഓൾറെഡി. പ്ലേ ബാക്ക് ഡോട്ട് സംതിങ് ഉണ്ട്. സോ ഞാനത് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ദെൻ ഡോക്യുമെൻറ്റ്സിൽ ട്യൂട്ടോറിയൽ കോഡ് HTML ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാത്ത് കൊടുക്കാം. ഞാൻ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിലൊന്ന് പോയി നോക്കാം. യെസ്, നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇമേജ് പോലെ വന്നിട്ടുള്ളൂ. സോ കൺട്രോൾസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾസ് എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് അല്ല, അതൊരു കീവേഡ്, ജസ്റ്റ് ഒരു ഫങ്ഷനാലിറ്റി പോലെ കൊടുക്കുന്നതാണ്. സോ കൺട്രോൾസ് കൊടുത്തു, ലോഡ് ആവുന്നുണ്ട്. സോ ഇപ്പോൾ കൺട്രോൾസ് വന്നു. നമ്മൾ പ്ലേ ചെയ്താൽ പ്ലേ ആവുന്നുണ്ട്, സൗണ്ട് ഉണ്ട്, ഫുൾ സ്ക്രീൻ ഉണ്ട്. സോ ഇങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വേറൊരു ആട്രിബ്യൂട്ട് വരുന്നതാണ് വിഡ്ത്ത് ഹൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു 500 px അങ്ങനെ എന്തെങ്കിലും ഒരു വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. 500 px നമുക്ക് നോക്കാം. സെയിം ഹൈറ്റും വിഡ്ത്തിലും വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ആട്രിബ്യൂട്ടാണ് ഓട്ടോ പ്ലേ. സോ ഓട്ടോ പ്ലേ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ബ്രൗസർ റീസ്റ്റാർട്ട് ആക്കുന്നത് കൂടി ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ആവും. സോ ഇതാണ് വീഡിയോ ടാഗ്. ഇനി നെക്സ്റ്റ് വരുന്ന ടാഗാണ് ഓഡിയോ ടാഗ്. സോ വീഡിയോ ടാഗ് പോലെ തന്നെ ഓഡിയോ ടാഗും ഉണ്ട്. സോ ഓഡിയോ ടാഗും സെയിം രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം ഓഡിയോ ഫയൽ നമ്മൾ കൊടുക്കും. സോ ഓഡിയോൻ്റെ പാത്ത് കൊടുക്കും, അപ്പോൾ ഓഡിയോ പ്ലേ ആവും. സെയിം രീതിയിലാണ്. സോ ദ HTML ഓഡിയോ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു പ്ലേ ആൻഡ് ഓഡിയോ ഫയൽ ഓൺ ദ വെബ് പേജ്. സോ ഓഡിയോ എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഓഡിയോ ഫയൽ പ്ലേ ചെയ്യുന്നത്. ദെൻ ഓഡിയോയിൽ കൺട്രോൾ വരുന്നുണ്ട്, സെയിം ലൈക്ക് സോഴ്സ് വരുന്നുണ്ട്, ടൈപ്പ് വരുന്നുണ്ട്. ദെൻ ആ ടെക്സ്റ്റും അതേപോലെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഓഡിയോ ടാഗിലും വരുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഓഡിയോ ടാഗ്. നെക്സ്റ്റ് വരുന്നതാണ് HTML iframe tag. An HTML iframe is used to display a web page within a web page. സോ വെബ് പേജിനുള്ളിൽ വേറൊരു വെബ് പേജ് എംബഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ iframes യൂസ് ചെയ്യുന്നത്. ദ HTML iframe tag is specified an inline frame. അതായത് ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഇൻലൈനും ബ്ലോക്കും ഉണ്ട്, നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നേരെ ഒരു വെബ് പേജിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ 3 ഫ്രെയിംസൊക്കെ വരുന്നതാണ് ഇൻലൈൻ. സോ ഇൻലൈനായിട്ടാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദ HTML iframe tag specifies an inline frame. Inline frame എന്ന് പറഞ്ഞാൽ an inline frame is used to embed another document within the current HTML document. സോ കറണ്ട് HTML ഡോക്യുമെൻ്റ് ഉള്ളിൽ വേറൊരു HTML ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻലൈൻ ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഇൻലൈൻ ഫ്രെയിമായിട്ടാണ് നമ്മുടെ iframeനെ സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ iframeന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. SRCയിലെ URL കൊടുക്കണം, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കണം.
സോ അങ്ങനെയാണ് ഐഫ്രെയിമിൻ്റെ ഇത് വരുന്നത്. യൂസ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആട്രിബ്യൂട്ട് ടു സ്പെസിഫൈ ദ സൈസ് ഓഫ് ദ ഐഫ്രെയിമിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോ ടാഗിലും ഓഡിയോ ടാഗിലും ഇനിയിപ്പോൾ ഇമേജ് ടാഗിലൊക്കെ ഉള്ള പോലെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഈ ടാഗിലും കൊടുക്കാൻ പറ്റും. സോ നമുക്ക് HTML ഐഫ്രെയിമിന് ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഏതിലൊരു വീഡിയോ എടുക്കാം. യൂട്യൂബിൽ ഓടാവുന്നുണ്ട്. സോ ഒരു വീഡിയോ ഇവിടെ ഉണ്ട്, നമുക്കത് ഓപ്പൺ ചെയ്യാം. സോ ഷെയറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എംബിഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. സോ ഇതിൽ കാണാം ഐഫ്രെയിം. സോ ഈ ഐഫ്രെയിം അതേപോലെ നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ HTML പോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഐഫ്രെയിം ഉണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. SRC ആയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രെയിം ബോർഡ്, അലോ എന്തൊക്കെയാണ് അലോ ചെയ്യുന്നത്, ഓട്ടോ പ്ലേ ഉണ്ട്, ക്ലിപ്പ് ബോർഡ് റൈറ്റ് ആണ്, എൻക്രിപ്റ്റ് മീഡിയ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അലോ ഫുൾ സ്ക്രീന്, ഇങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം എന്താ വരുന്നതെന്ന്. സോ ഒന്ന് റീലോഡ് അടിക്കാം. ഐഫ്രെയിമിലൊന്നും വന്നിട്ടില്ല. നമുക്കിതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു വേർഡ് നമ്മുടെ ബ്രൗസറിൽ വർക്ക് ആവേണ്ട ആവശ്യമില്ല. സോ നമുക്കതിന് കമൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ കമാൻഡ് / കൊടുത്താൽ, ഇപ്പോൾ ഇതിലാണെങ്കിൽ വിൻഡോസിലും ലിനക്സിലൊക്കെ ആണെങ്കിൽ കൺട്രോൾ/ ആവും, മാക്കിലാണെങ്കിൽ കമാൻഡ്/. സോ കമാൻഡ്/ കൊടുത്താൽ ഇത് ഹൈഡായി നിൽക്കും, നമ്മുടെ ബ്രൗസറിൽ ഉണ്ടാവില്ല, പക്ഷേ കോഡ് ഇവിടെ ഉണ്ടാവും. നമുക്കിപ്പോൾ കോഡ് റീയൂസ് ചെയ്യാനോ ഇപ്പോൾ എന്തെങ്കിലും ആ കോഡ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ കമാൻഡ്/ യൂസ് ചെയ്തിട്ട് നമുക്കത് ഹൈഡ് ചെയ്യാം. സോ നമുക്കിതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം, കമാൻഡ് ചെയ്ത് വെക്കാം. സോ കമാൻഡ് അതിന് മാത്രമല്ല കേട്ടോ, കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതണം. സോ കമാൻഡ് യൂസ് ചെയ്തിട്ട് ദിസ് ഈസ് ഫോർ H1 ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമാൻഡ് എഴുതി വെക്കാനും പറ്റും. എന്തെങ്കിലും ടെക്സ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് എഴുതി വെക്കാനും പറ്റും. സോ നമുക്ക് എല്ലാ ടാഗും ഐഫ്രെയിം ഒഴികെ ബാക്കിലൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് വെക്കാം. കമൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. സോ വന്നിട്ടുണ്ട്. സോ ഡയറക്റ്റായിട്ട് ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. സോ ഇതിന് പറയുന്ന പേരാണ് ഐഫ്രെയിം. സോ നമുക്ക് ഇവിടെ തന്നെ പ്ലേ ആക്കാൻ പറ്റും, എൻഡ് ആക്കാൻ പറ്റും, ഫുൾ സ്ക്രീൻ ഇടാൻ പറ്റും. സോ ഒരു വീഡിയോ ടാഗ് ഇങ്ങനെ വർക്ക് ചെയ്ത് അതേപോലെ, ബട്ട് ഇതൊരു ഐഫ്രെയിമാണ്. സോ ഇതൊരു ഡോക്യുമെൻ്റ്, നമ്മുടെ HTML ഡോക്യുമെൻ്റ് ഉള്ളിൽ വേറൊരു HTML കൊടുന്ന് വെച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് ഐഫ്രെയിം. സോ ഐഫ്രെയിം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രേ ഉള്ളൂ ഐഫ്രെയിമിൽ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഐഫ്രെയിമിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ യൂട്യൂബ് വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് ഐഫ്രെയിം.